Hi, ഞാൻ ഗോഡ്സി and welcome to today's video. Select and maintain ചപ്പാത്തി and ദോശക്കല്ല്. ദോശക്കല്ല് മേടിക്കുമ്പോഴത്തേക്കും ഇരുമ്പിന്റെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ നോൺ സ്റ്റിക്ക് തീർത്തും ഒഴിവാക്കണം എന്ന് ഞാൻ പറയില്ല. നോൺ സ്റ്റിക്ക് ഒരെണ്ണം ഉള്ളത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റർ ഒക്കെ ചിലപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നല്ല കറക്റ്റായിട്ട് അങ്ങോട്ട് നമുക്ക് പൊങ്ങി വന്നില്ല, അല്ലെങ്കിൽ വല്ല ഒരു ട്രയൽ ആൻഡ് എറർ ഒക്കെ ആയിപ്പോയി ഒരു പുതിയ ഒരു മിക്സ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഒരു രക്ഷിതാവായിട്ട് ഒരാളെ കരുതുന്നത് നല്ലതാണല്ലോ. ആ ഒരു കാരണം കൊണ്ട് ഈ ഒരു നോൺ സ്റ്റിക്ക് നമ്മൾ വീട്ടിൽ ഒരെണ്ണം മേടിച്ച് വെക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഞാൻ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇരുമ്പിനെക്കാട്ടിലും ഇത് കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ തിരക്കിട്ട നേരങ്ങളിൽ അല്ലാണ്ടാണെങ്കിൽ തന്നെ പണിയൊന്ന് വേഗം തീർക്കാൻ ഇതങ്ങോട്ട് എടുത്ത് വെക്കാറുണ്ട് ഞാൻ അടപ്പയിൽ. പക്ഷെ സത്യം പറയാലോ, ചപ്പാത്തിയും പൊറോട്ടക്കൊക്കെ നമ്മുടെ ഇരുമ്പിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിലെ ഒരു മൊരി വേറെ തന്നെയാണ്. യെസ്, അതിപ്പോ നമ്മുടെ ദോശക്കാണേലും അയ്യോ, ക്യാമറയിലൂടെ നോക്കി വന്നപ്പോഴത്തേക്കും നല്ല പപ്പടം പോലെ മൊരിഞ്ചു പോച്ച്. ദോശക്കല്ല് നമ്മുടെ നടുവ് പൊങ്ങാതെ ഈ സ്റ്റേജിലേക്ക് എത്താണ്ടിരിക്കാനായിട്ട് ഈ ഒരു ദോശക്കല്ല് കണ്ടോ. ഇതും പിന്നെ എൻ്റെ മമ്മിയുടെ വീട്ടിലേക്ക് മമ്മി രണ്ടെണ്ണം ഒരുമിച്ച് മേടിച്ച് എനിക്കും തന്ന മമ്മി ഉപയോഗിച്ചതാണ്. പക്ഷേ ഇത് അവിടെ പണിക്കാരത്തേക്ക് വരുന്നത് കൊണ്ട് അവരേതെങ്കിലും സ്ക്രബ്ബറൊക്കെ വെച്ച് ഉരയ്ക്കുമല്ലോ നമ്മുടെ കണ്ണ് വെട്ടിച്ച്. അപ്പം അവിടെ ഇത് അധികം നാളൊന്നും വരാണ്ടൊക്കെ തന്നെ അവർക്ക് പോയി തുടങ്ങി. പക്ഷെ എനിക്കിത് ഞാൻ 8 വർഷം വരയ്ക്കും നല്ല പുതിയതുപോലെ തന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സ്ക്രബ്ബർ മാത്രമല്ല, ഞാൻ ഇത് വളരെ ശ്രദ്ധിച്ചാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഹൈയും ലോവും അതിനനുസരിച്ച് ബാലൻസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ നടുവ് ഒട്ടും തന്നെ പൊങ്ങാതെ പുതിയത് മേടിച്ചതുപോലെ തന്നെ 8 വർഷമെങ്കിലും ഞാൻ ഉപയോഗിച്ചു. ഒരു ദിവസം ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഹസ്ബൻഡ് എന്തിനോ വിളിച്ചപ്പോൾ ഞാൻ ലോയിലാണ് വെച്ചിട്ടുള്ളത് എന്നോർത്താണ് അങ്ങോട്ട് പോയത്. പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പുകഞ്ഞ് അത് ചെറുതായിട്ട് വളഞ്ഞിരിക്കുന്നു. അയ്യോ, എനിക്ക് അയ്യോടാന്ന് തോന്നിപ്പോയി. അത്രയും വർഷം ഞാൻ അതുപോലെ നോക്കിയൊരു സാധനമാണത്. അപ്പോൾ അതിനുശേഷം പിന്നെ 1-2 തവണയും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെയാണ് ഇത് ഇത്രയും വളഞ്ഞു പോയത്. സോ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ യു ക്യാൻ റിയലി മെയിൻറ്റെയിൻ ഇറ്റ്. അതേ പിന്നെ ഇതിൽ ദോശയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ മുട്ടയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഇതിൽ വെട്ടി ഒഴിക്കാന്ന് വെച്ചാൽ ഇതിങ്ങോട്ട് ഒഴുകി വരും. ഈ സംഗതി ഇപ്പോൾ വലിയ പോപ്പുലർ ബ്രാൻഡ് ഒന്നുമില്ല, പക്ഷെ അത്യാവശ്യം തിക്നെസ് ഉണ്ട്. ഈ ഒരു ദോശക്കല്ല് ഇതിപ്പോൾ പ്രസ്റ്റീജിന്റെ ആണ്. സോ ഇതാണ് ഞാൻ ഇപ്പോഴായിട്ട് ഉപയോഗിക്കാറ്. ആൻഡ് ഇതിനും ചെറിയൊരു പൊങ്ങലിപ്പം നടുവ് ഞാൻ കാണുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഓക്കെ. പിന്നെ വക്കുള്ളത് കൊണ്ട് ഇപ്പോൾ എല്ലാ സംഗതികളും ചെയ്തെടുക്കാം. ഈ ദോശക്കല്ല് സ്ക്രബ്ബർ മാത്രമല്ല, ആ ടെമ്പറേച്ചറും കൂടെ നമ്മൾ ബാലൻസ് ചെയ്യുവാണെങ്കിൽ ഒരുവിധം തിരക്കേടില്ലാത്ത ഒരു ബ്രാൻഡ് കൂടെയാണെങ്കിൽ വർഷങ്ങളോളം നമുക്ക് അത് അതുപോലെ തന്നെ ഉപയോഗിക്കാം എന്നുള്ള ഒരു എവിഡൻസ് ആയിരുന്നു ഈ ദോശക്കല്ല്. നമ്മുടെ ഇരുമ്പിന്റെ ദോശക്കല്ലിന്റെ കാര്യം പറയുവാണെങ്കിൽ എത്ര അങ്ങോട്ട് ഹൈ ടെമ്പറേച്ചർ വെച്ചെന്ന് പറഞ്ഞാലും അത് നടുവ് പൊങ്ങുന്ന പരിപാടിയൊന്നും അതിനില്ല. ഈ നോൺ സ്റ്റിക്കിന്റെ കാര്യത്തിൽ ഈ സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ വളഞ്ഞു വരും. അതേസമയം നമ്മൾ റൗണ്ട് ഷേപ്പാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുവ് മാത്രം പൊങ്ങി വരും. പക്ഷേ തീർത്തും ഫ്ലാറ്റ് ആയിട്ടും വക്കും കൂടെ ഇല്ലാത്തൊരു ദോശക്കല്ല് എല്ലാ റെസിപ്പീസിനും അങ്ങോട്ട് അനുയോജ്യമാവണം എന്നില്ല. അപ്പം നമ്മൾ ദോശക്കല്ല് സെലക്ട് ചെയ്യുമ്പോൾ വക്കുള്ള ഒരു ദോശക്കല്ലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മുട്ട ഓംലേറ്റ് അടിക്കാനും അല്ലാതെ ബുൾസായി പിന്നെ നീർദോശ പോലെയുള്ള ദോശ എന്താണ് തിൻ ബാറ്റർ റെസിപ്പീസിന് ഒക്കെ തന്നെയും നമുക്ക് കൺവീനിയന്റ് ആയിരിക്കും. പക്ഷെ ഈ വക്കില്ലാത്തത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്തപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയും നമുക്ക് അങ്ങോട്ട് എടുക്കാൻ തോന്നുമല്ലേ. അത് എനിക്കും ഉണ്ട് അങ്ങനത്തെ വട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എടുത്തുന്നിരിക്കും. പക്ഷെ നിങ്ങൾ മേടിക്കരുത് ട്ടാ. ഞാൻ പറഞ്ഞതുപോലെ നല്ല ബെനിഫിഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള കാര്യങ്ങളൊക്കെ മാത്രം നിങ്ങൾ നോക്കിയും കണ്ടും മുൻകൂട്ടി അങ്ങോട്ട് സെലക്ട് ചെയ്യാം. This is Gotsi here from Gotzi's Version Malayalam. See you again with a nice video and goodbye.